ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ പെൺകുട്ടികളിൽ ഒരാളുടെ നിർണായക വെളിപ്പെടുത്തൽ. ജനം ടിവിക്ക് പെൺകുട്ടി ആഗ്രയിലേക്ക് പോകാൻ വിളിച്ചത് സിസ്റ്റർ പ്രീതി മേരി, ടിക്കറ്റ് എടുത്തത് സിസ്റ്റർ വന്ദനയാണ്. നാരായൺപൂരിൽ വെച്ച് തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ദല്ലാളിനോട് പെൺകുട്ടി ആവശ്യപ്പെട്ടു എന്നും പറയുന്നു. ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, തുടരൂ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ അവസാനിപ്പിച്ചത് അവിടെ നിന്നും അവരുടെ ഗ്രാമത്തിൽ നിന്നും പെൺകുട്ടിക്ക് വരാൻ വേണ്ടി നാരായൺപൂരിലേക്ക് വരാൻ വേണ്ടിയും അവിടെ നിന്നും ഇവർ എവിടെയാണോ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് പോകുന്നതിനും പണമില്ല എന്ന് പെൺകുട്ടി ഈ ദല്ലാളിനോട് പറഞ്ഞിരുന്നു. ഒരു പയ്യൻ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. അയാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ടിക്കറ്റ് എല്ലാം തന്നെ റെഡിയാക്കിയിട്ടുണ്ട് എന്നാണ് സിസ്റ്റർ വന്ദന പറഞ്ഞത് എന്നുള്ളതാണ്. അതായത് കൊണ്ടുപോകുന്നതിനുള്ള ടിക്കറ്റ് അടക്കം എടുത്തത് ഈ വന്ദന സിസ്റ്ററാണ്. കാരണം അവർക്ക് മാത്രമാണ് അറിയാവുന്നത് ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം ഇത് പൂർണ്ണമായും മനുഷ്യക്കടത്ത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. മതപരിവർത്തനം ലക്ഷ്യമിട്ടുള്ള മനുഷ്യക്കടത്താണ്. അതായത് ഈ പെൺകുട്ടികളല്ല ടിക്കറ്റ് എടുക്കുന്നത്, ഈ പെൺകുട്ടികളല്ല ചെല്ലുന്നത്. ഒരു ദല്ലാളിനെ വിടുന്നു, ദല്ലാൾ പോയി സംസാരിക്കുന്നു, ആഗ്രയിൽ ഇതുപോലെ ജോലി ഉണ്ടെന്ന് പറയുന്നു, ശരി പോകാൻ തീരുമാനിക്കുന്നു, വരുന്നു, തൻ്റെ കയ്യിൽ പണമില്ലെന്ന് പറയുന്നു, അതൊന്നും കുഴപ്പമില്ല, എല്ലാം വന്ദന സിസ്റ്റർ നോക്കിയിട്ടുണ്ടെന്ന് പറയുന്നു, അങ്ങനെ കൊണ്ടുപോകുന്നു. ഈ ഛത്തീസ്ഗഡിൽ ബസ്തർ മേഖലയിൽ ആദിവാസി പെൺകുട്ടിയോടാണ് ഇത് നടന്നത് എന്ന് ഓർക്കണം. അവൾ മാത്രമാണ് അത് തുറന്നു പറയാൻ തയ്യാറായത്. ടിക്കറ്റ് അതിനിടെ ഈ നാരായൺപൂരിൽ വെച്ച് തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ഈ പെൺകുട്ടി ഈ ദല്ലാളിനോട് പറഞ്ഞു. കാരണം ഇത്രയധികം ദൂരം അവൾക്ക് താല്പര്യമില്ല എന്നറിയിച്ച് തിരികെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ദല്ലാൾ പറഞ്ഞത് ടിക്കറ്റ് എടുത്തു പോയി, ഈ കാരണത്താൽ ഇനി തിരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ദല്ലാൾ മറുപടി നൽകിയത്. അതായത് പെൺകുട്ടിക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും നാരായൺപൂരിൽ നിന്നും അവൾ തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും അവളെ വിടാതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി എന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് അമ്മയോ അച്ഛനോ പറഞ്ഞെങ്കിൽ കൂടി, സമ്മതം മൂളിയെങ്കിൽ കൂടി കുട്ടിയുടെ അവകാശമുണ്ട്. ആ പോയ വഴിയിലെ അപകടം മണത്തിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചറിഞ്ഞിട്ടാകാം ആ കുട്ടി എനിക്ക് തിരികെ വീട്ടിലേക്ക് പോകണം എന്നാവശ്യപ്പെട്ടത്. അതുപോലും നിഷേധിക്കപ്പെട്ടു ട്രെയിൻ ടിക്കറ്റ് എടുത്തു എന്ന ഒറ്റ കാരണത്താൽ. കൃഷ്ണാജി, ഇതിൽ മാതാപിതാക്കളുടെ കൺസെന്റ് ഒന്നും വേണ്ട കേസല്ല ഇത്. കാരണം 18-19 വയസ്സുള്ള പെൺകുട്ടിയാണ് ഈ സംസാരിച്ചത്. നമുക്ക് കാണുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ തോന്നുമെങ്കിലും അത് 18-19 വയസ്സുള്ള കുട്ടിയാണ്, പ്രായപൂർത്തിയായതാണ്. മാതാപിതാക്കളുടെ കൺസെന്റ് ഒന്നും ഈ വിഷയത്തിൽ വേണ്ട. അല്ലെങ്കിൽ തന്നെ പ്രായപൂർത്തിയായ കുട്ടിക്ക് ഇവരെ കൊണ്ടുപോകാൻ കൺസെന്റ് കൊടുക്കാൻ മാതാപിതാക്കൾക്ക് നിയമപരമായി യാതൊരു അനുമതിയുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ചില സാങ്കേതികത്വമുണ്ട്. അതായത് ഇവരെ കൊണ്ടുപോകുമ്പോൾ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു രീതിയുണ്ട്. അതിവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു തരത്തിലുള്ള രജിസ്ട്രേഷൻ നടക്കാതെയാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. ഈ പെൺകുട്ടി പറയുന്നത് ഇത് തന്നെ ഇതുപോലെ കൊണ്ടുപോയി നാരായൺപൂരിൽ എത്തിയപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് വിജി തമ്പി ഒപ്പം ചേരുന്നു. ശ്രീ വിജി തമ്പി, നോക്കൂ, ഈ കൊണ്ടുപോയ പെൺകുട്ടികളിൽ ഒരാളുടെ വെളിപ്പെടുത്തലാണ്. അത് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ടിക്കറ്റ് എടുത്തതാരാണ്, കൊണ്ടുപോയതാരാണ്, തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു പോയി, അതുകൊണ്ട് തിരിച്ച് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞതൊക്കെ ആ കുട്ടി പറയുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്ന ഇവിടെ ഉറക്കെ കേൾപ്പിക്കുന്ന വിവാദങ്ങളൊന്നും ഛത്തീസ്ഗഡിൽ ഇല്ല. അവർ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് സംഭവിച്ചത് എന്താണെന്ന്. നമസ്കാരം. സത്യം പറഞ്ഞാൽ ഈ അനാവശ്യമായ ഒരു വിവാദവും അനാവശ്യമായ ചർച്ചകളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ, അത് പ്രിന്റ് മീഡിയ ആയാലും ശരി അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ ആയാലും ശരി, നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ സംഭവം എന്താണെന്ന് മനസ്സിലാക്കി അതിന് സത്യാവസ്ഥ അനുസരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണ്ടേ പ്രതികരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഇത് ആരും പിടിച്ചുകൊണ്ട് പോയതോ ഒന്നും അല്ലല്ലോ. അവരെ നിയമപരമായ രീതിയിൽ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കി. കോടതി അവരെ റിമാൻഡ് ചെയ്തു. അവരെങ്ങനെ ജയിലിലേക്ക് എത്തി? അപ്പൊ ഇതിനൊക്കെ ഒരു സ്വാഭാവികമായ പരിണാമങ്ങളുണ്ട്. അല്ലാതെ അവരെ തട്ടിക്കൊണ്ടുപോയതോ അല്ലെങ്കിൽ അവരെ പിടിച്ചു വെച്ചതോ അല്ലെങ്കിൽ അവരെ ഗുണ്ടായുസത്തിന്റെ പേരിൽ ഉപദ്രവിച്ചതോ ഒന്നും അല്ലല്ലോ ഇവിടെ നടന്നത്. ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ബജറംഗ് എന്ന സംഘടനയെ വളരെ രീതിയിൽ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത എല്ലാ ചാനലുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ബജറംഗ് എന്ന് പറയുന്ന എന്താണ് സംഘടന എന്നറിയാമോ? വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ആഗോള ഹൈന്ദവ സംഘടനയുടെ യുവജന വിഭാഗമാണ് ബജറംഗ് ദൾ. യുവാക്കൾക്ക് വേണ്ടി ബജറംഗ് ദളും യുവതികൾക്ക് വേണ്ടി ദുർഗാവാഹിനി.
അങ്ങനെ ബജരംഗ് ദൾ നീതിക്കും നിയമത്തിനും, അതായത് സുരക്ഷയാണ് അവരുടെ പ്രധാനം, അതായത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. ആ ഹിന്ദുവിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അതായത് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞ പ്രസ്ഥാനം നിലനിൽക്കുന്നത് ഹിന്ദുക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയും മാത്രമാണ്. സംഘപരിവാറിന്റെ മറ്റേത് സംഘടനകളിലും ഹിന്ദു അല്ലാത്ത ആൾക്കാർക്കും അതിൽ അംഗങ്ങളാവാം. അതിപ്പോ സംഘപരിവാറിൽ നേരിട്ടായാലും ശരി, അല്ലെങ്കിൽ BJP-യിലായാലും ശരി, അല്ലെങ്കിൽ സേവാഭാരതിയിലായാലും മറ്റേത് സംഘടനയിലും സംഘപരിവാറിന്റെ പരിവാർ സംഘടനകളിൽ മറ്റ് മതങ്ങളിലുള്ളവർക്ക് അംഗങ്ങളാവാം. പക്ഷേ വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചോളം വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമാണ് ബജരംഗ് ദൾ. ആ ബജരംഗ് ദൾ ഏതാണെന്ന് പോലും അറിയാതെ ചില രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഇവിടെ പ്രസ്താവന നടത്തുകയുണ്ടായി. അതിന് കൃത്യമായ മറുപടിയും ഞാൻ കൊടുത്തു. അപ്പം ബജരംഗ് ദൾ എന്ന് പറയുന്ന ഒരു സംഘടന വിശ്വ ഹിന്ദു പരിഷത്തിന്റെയാണ്, സംഘപരിവാറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. ഈ പറഞ്ഞാൽ BJP-യെക്കാളും സംഘപരിവാറുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്താണ്. കാര്യം എത്രയോ വർഷങ്ങളായിട്ട് വിശ്വ ഹിന്ദു പരിഷത്താണ് വടക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു സംഘടന. അപ്പൊ ആ സംഘടനയുടെ യുവജന വിഭാഗമാണ് ബജരംഗ് ദൾ. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയപ്പോ അവർ സംശയം തോന്നിയല്ല, റെയിൽവേ സ്റ്റേഷനിൽ അവർ കുട്ടികളുടെ അസ്വാഭാവികത കണ്ടപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അറിയിച്ചപ്പം ഈ ബജരംഗിന്റെ പ്രവർത്തകർ വരികയും അവർ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവിടുത്തെ നിയമം എന്താണ്, അതായത് മതപരിവർത്തനം, നിർബന്ധപൂർവമായ മതപരിവർത്തനം നിയമം കൊണ്ട് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അപ്പൊ അവിടുത്തെ നിയമം അനുസരിച്ച് അവർ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നപ്പോൾ അവർക്ക് ഇതിൽ ഇവരെ പെരുമാറ്റത്തിലും എല്ലാം ദുരൂഹത തോന്നി, അവരിവരെ അറസ്റ്റ് ചെയ്തു. ബാക്കിയെല്ലാം നിയമ നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും അവർ ശിക്ഷിക്കപ്പെടില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരവരുന്ന് വിമോചിതരാവണമെന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നും ഇത്രയും ദൂരം മറ്റൊരു സ്ഥലത്ത് പോയി മിഷണറി പ്രവർത്തനം നടത്തുന്ന 2 കന്യാസ്ത്രീകൾ. അവർ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ മനസ്സാൽ അവരുടെ കൂടെയാണ് നമ്മൾ. പക്ഷെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആൾക്കാർ ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഇവിടെ ഇടതിനും വലതിനും മറ്റവനും മറിച്ചവനും ഒക്കെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ 35 പേരടങ്ങുന്ന MLA-മാരുണ്ടല്ലോ അവിടെ. അതിലൊരു MLA എങ്കിലും ഇതിനെതിരെ അവിടെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? അവിടെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടോ? അതെന്താ നോക്കാത്തത്? ആ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, ആ സംസ്ഥാനത്തിന്റെ കാര്യം അനുസരിച്ച് വേണ്ടേ നടക്കാൻ. അല്ലാതെ കേരളത്തിൽ ഇരുന്നുകൊണ്ടാണോ ജസ്റ്റിസ് കക്ഷന്റെ കാര്യം പറയുന്നത്? കേരളത്തിലൂടെ നടന്നല്ലോ. കേരളത്തിൽ ഛത്തീസ്ഗഡിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്ത് നിന്നും പെൺകുട്ടികളെ കൊണ്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയില്ലേ? അതും ഈ പറഞ്ഞ സിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടല്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ അതിനെപ്പറ്റി വിശദമാക്കുന്നില്ല. പക്ഷെ ഒരു സംഭവം നടന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പരമപൂജനീയനായ കാഞ്ചീപുരം മഠാധിപതി ആ ശങ്കരാചാര്യരെ കൊലക്കുറ്റത്തിന് വേണ്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു, ക്രൂരമായി മർദ്ദിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയുകയും ആ അറസ്റ്റ് ചെയ്ത പോലീസുകാരെ സസ്പെൻഷനിലാവുകയും ചെയ്തു. അപ്പൊ അത് നടന്നപ്പോൾ ഇവിടെ ഹിന്ദുക്കളെല്ലാവരും തമിഴ്നാട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയോ? ഹിന്ദു സംഘടനകൾ ചെന്ന് ബഹളം ഉണ്ടാക്കിയോ? ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി ഒരു തെറ്റ് ചെയ്ത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ പെൺകുട്ടികളിൽ ഒരാളുടെ നിർണായക വെളിപ്പെടുത്തലാണല്ലോ അല്പം മുമ്പ് ജനം TV പുറത്തുവിട്ടത്. അതായത് ഛത്തീസ്ഗഡിലെ മുഴുവൻ മാധ്യമങ്ങളും പറയുന്നത് കേരളത്തിൽ അറിയിക്കുന്നില്ല. ജനം TV മാത്രം ആ വെളിപ്പെടുത്തൽ, ആ വാർത്ത കൃത്യമായി പിന്തുടർന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. പെൺകുട്ടി തിരികെ പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് ദല്ലാൽ അനുവദിച്ചില്ല? ഇവർക്കൊപ്പം കൂടുതൽ പേർ ഉണ്ടായിരുന്നു എന്നാണോ? കൃഷ്ണരാജ്, ഈ വാർത്ത നമ്മളിത് കൈകാര്യം ചെയ്യേണ്ട രീതി പോലും കുറച്ചുകൂടി ഗൗരവത്തിൽ വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പെൺകുട്ടി എന്ന് പറയുന്നയാൾ ഇവർ കൊണ്ടുപോയ ആ സംഘത്തിൽ ഉൾപ്പെട്ട ഒരാളാണ് പറയുന്നത്. ആ പെൺകുട്ടി വന്ന് ഈ സ്ഥലത്തെ തന്നെ ഒരു പ്രാദേശിക മാധ്യമത്തിലെ ഒരു വ്യക്തിയാണ് നമുക്ക് വേണ്ടി സംസാരിച്ചത്. അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: തന്നെ ഇതേപോലെ ഒരു ദല്ലാൾ വന്ന് നാരായൺപൂരിൽ നിന്നും കൊണ്ടുപോവുകയാണ് ദുർഗിലേക്ക്. ഈ പ്രീതി സിസ്റ്റർ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അതിനുശേഷം സിസ്റ്റർ വന്ദനയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഒപ്പം തന്നെ പണമില്ലെന്ന് പറയുമ്പോൾ ടിക്കറ്റൊക്കെയുണ്ട്, പണമൊക്കെയുണ്ട്, വരൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നാരായൺപൂരിലെത്തിയപ്പോൾ ഇത്ര ദൂരേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തിരികെ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ തിരിച്ചു കൊണ്ടാക്കുന്നതുമില്ല. ഈ വാർത്തയാണ് ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ സഹിതം, അവളുടെ ദൃശ്യങ്ങൾ സഹിതം നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാകും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം
ഛത്തീസ്ഗഡിൽ ഇപ്പോൾ നടക്കുന്നത് വലിയ വർഗീയ വിഭജനമാണ്. ഞാൻ ഛത്തീസ്ഗഡിൽ അത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ ഇവിടെ നടക്കുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളുടെ രാഷ്ട്രീയ മുതലെടുപ്പാണ്. കേരളം പോലെ ഒരു സ്ഥലത്ത് ഛത്തീസ്ഗഡിൽ ഒരു ചർച്ചയുമാകാത്ത വിഷയം, ഛത്തീസ്ഗഡിൽ ആരും തിരിഞ്ഞുപോലും നോക്കാത്ത ഒരു വിഷയം കേരളത്തിൽ മതപരമായ മുതലെടുപ്പ് നടത്തുന്നു, വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നു, രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിക്കുന്നു. ഇതാണ് നടക്കുന്നത്. അതിനിടയിലാണ് ജനം ടി വി ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ തന്നെ മൊഴി ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണം ആ പെൺകുട്ടി പറയുകയാണ് തനിക്ക് താല്പര്യമില്ലായിരുന്നു, തിരിച്ചു പോകണമായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിൽ അവളെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത്. അത് മതപരിവർത്തനമായാലും അത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയാലും അവളുടെ മൊഴി ശക്തം തന്നെയാണ്, കേസെടുക്കാവുന്ന വകുപ്പാണ്. അവൾ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് മനുഷ്യക്കടത്ത് അതിൽ ആഡ് ചെയ്യപ്പെട്ടതും ഒപ്പം മതപരിവർത്തനം അതിലേക്ക് വരികയും ഇവരുടെ അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തത്. കേരളത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പോ വർഗീയ ചേരുതിരിവോ ഉണ്ടാക്കേണ്ട കാര്യമല്ല ഇത്. ഛത്തീസ്ഗഡ് അതീവ സെൻസിറ്റീവായ സ്ഥലമാണ്. ഈ പെൺകുട്ടി ബസ്തറിലെ ആദിവാസി ബെൽറ്റിൽ നിന്നും വരുന്നതാണ്. അവൾ തന്നെ പറയുന്നു 20-30 പെൺകുട്ടികൾ ഇതുപോലെ വന്ന് പോയിരുന്നു എന്നുള്ളതാണ് അവൾ പറയുന്നത്. അവൾ ഓർത്തെടുത്ത് പറയുകയാണ്. ഈ 20-30 കുട്ടികൾ പോയി എന്ന് പറയുമ്പോൾ ആർക്കൊപ്പം പോയി എന്നുള്ളതാണ് ചോദ്യം. ആകെ ഈ 3 പേരെ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 20-30 പേർ അവളുടെ നാട്ടിൽ നിന്നും ആർക്കൊപ്പമാണ് പോയത്? ആരാണ് കൊണ്ടുപോയത്? ഇവർ തന്നെയാണോ കൊണ്ടുപോയത്, അതോ മറ്റേതെങ്കിലും സംഘമുണ്ടായിരുന്നോ? ഇതൊക്കെ വലിയ ചോദ്യമാണ്. കൊണ്ടുപോകുന്നത് ആദിവാസി പെൺകുട്ടികളെയാണ് കൃഷ്ണരാജ്. ഇത് ഏത് മാധ്യമം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും, ഏത് രാഷ്ട്രീയക്കാരൻ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും, ഏത് മതമേലധ്യക്ഷൻ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും ജനം ടി വി അത് പുറത്തു കൊണ്ടുവരും. അത് ജനം ടി വിയുടെ ബാധ്യതയാണ്, ജനം ടി വിയുടെ ഉത്തരവാദിത്തമാണ്. ഇതാദ്യമായ ഒരു മാധ്യമം ഛത്തീസ്ഗഡിലെ വാസ്തവം, ഛത്തീസ്ഗഡിൽ ആ നടന്നത് എന്താണെന്ന് തുറന്നു പറയുകയാണ്. നിങ്ങൾ എത്ര കാലം വെച്ചാലും ഛത്തീസ്ഗഡിൽ നടന്നത് എന്ത്, അതിന്റെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് കൃത്യമായി അതേ ആവേശത്തോടെ ശ്രീകാന്ത് എത്തിക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെ അതൊന്നുമല്ലല്ലോ സംഭവിക്കുന്നത്. അല്പം മുമ്പ് കേന്ദ്ര സഹമന്ത്രിയെ വിചാരണ ചെയ്യും മട്ടിലായിരുന്നു മറ്റു മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ. അദ്ദേഹം കൃത്യമായി അതിന് പരിഹാസ രൂപേണ എന്ന് തന്നെ പറയണം, കൃത്യമായി അളന്ന് മുറിച്ച മറുപടികൾ പറയുന്നുമുണ്ട്, വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നുമുണ്ട്. നോക്കൂ, ഛത്തീസ്ഗഡിൽ നടക്കുന്നത് എന്താണ്, ഒരിക്കൽ കൂടി പ്രേക്ഷകർ അതറിയട്ടെ. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഛത്തീസ്ഗഡിൽ ഈ വിവാദത്തിന് പിന്നാലെ സംഭവിക്കുന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ എന്താണ് ശ്രീകാന്ത്? കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഛത്തീസ്ഗഡിലേക്ക് നമ്മുടെ ജനം ടി വി സംഘം എത്തുന്നത്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് മുഴുവൻ സംസാരിക്കുകയും ചെയ്തു. ഇതിൽ പോലീസ് അടിവരയിട്ട് പറയുന്നത് നടന്നത് മതപരിവർത്തന ശ്രമവും അതോടൊപ്പം തന്നെ ഇവർക്ക് മനുഷ്യക്കടത്തുമാണ് ചെയ്തത്, അതിൻ്റെ തെളിവുകളുണ്ട് എന്ന് പോലീസ് അടിവരയിട്ട് പറയുന്നു. ഇതിനിടയിൽ BJPയുടെ ഒരു പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലേക്ക് വരുന്നു. അവർ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും സംസാരിച്ച് ആശങ്കകൾ അറിയിക്കുകയും ജാമ്യം എങ്ങനെയെങ്കിലും തരപ്പെടുത്താനുള്ള ശ്രമവും നടത്തുന്നു. ആഭ്യന്തരമന്ത്രി വഴങ്ങുകയും മുഖ്യമന്ത്രി അതിന് സമ്മതം മൂളുകയും ചെയ്തു. ആ നീക്കങ്ങൾ, സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യമെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് കേരളത്തിലെ 2-3 മതമേലധ്യക്ഷന്മാരും ഒപ്പം തന്നെ UDFന്റെ MP സംഘവും LDFന്റെ MPമാരുടെ സംഘവും ഇവിടെ എത്തി വലിയ കലാപസമാനമായ സാഹചര്യം സൃഷ്ടിച്ചു. അവർ ജയിലിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇവരെ ഇവിടെ വന്ന് വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാക്കാൻ നോക്കി. ഒരു കാര്യം ആലോചിക്കണം, ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളൊന്നും തിരിഞ്ഞുപോലും നോക്കാത്ത സംഭവത്തിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രശ്നം നടന്നത്. CPIMന് പിന്നെ ഇവിടെ ആളില്ലാത്തത് കൊണ്ട് അവർ ഇറങ്ങുന്നില്ല എന്ന് പറയാം. അതിന് പകരം ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് വന്നു. ഇനി ഈ മതമേലധ്യക്ഷന്മാർ കേരളത്തിൽ ഇതുപോലെ നടത്തുന്ന പ്രതിഷേധങ്ങൾ അത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട്. തുടർന്ന് ഇവിടുത്തെ ആദിവാസി വിഭാഗങ്ങൾ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. തുടർന്ന് സർക്കാരിന് ഇവരെ സഹായിക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്നോക്കം പോകേണ്ടി വന്നു. അത് ഈ സർക്കാരിൻ്റെ നിവൃത്തികേട് കൊണ്ട് സംഭവിച്ചു പോയതാണ്. സ്വയം കുഴി തോണ്ടി ഈ കന്യാസ്ത്രീകളെ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് ഇവർ കൊണ്ടുപോയി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് പിന്നിൽ ഏറ്റവും അധികം പറയേണ്ടത് കോൺഗ്രസിൻ്റെയും CPIMൻ്റെയും സംഘത്തെയും കേരളത്തിലെ മതമേലധ്യക്ഷന്മാരുടെ അമിത വൈകാരിക പ്രകടനത്തെയുമാണ്. NIA കോടതിയിലേക്ക് ഇവരെ കേസെത്തി നിൽക്കുകയാണ്. അതിൽ NIA കോടതിയിൽ ഈ കേസ് ഇതൊരു വലിയ കീറാമുട്ടിയാണ്. 143 എന്ന് പറയുന്നത് NIAയുടെ ഷെഡ്യൂൾഡ് ഒഫൻസിൽ പെടുന്നതാണ്. അതിനാൽ തന്നെ ഇവർക്ക് ജാമ്യം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ആ സത്യം അംഗീകരിക്കേണ്ട ഒരു സാഹചര്യവുമാണ്. ഇല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച, ഇനി സർക്കാർ വിട്ടുവീഴ്ച ചെയ്താൽ പോലും ഇനി ഇതിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയേറെ ഇവിടുത്തെ ജനങ്ങളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞു മലയാളികളും അവിടുത്തെ മതമേലധ്യക്ഷന്മാരും അതോടൊപ്പം ഈ രാഷ്ട്രീയക്കാരും എന്നുള്ള കാര്യം പറയേണ്ടി വരും. ഇനി ഞാൻ ഈ പെൺകുട്ടിയുടെ കാര്യം
കാര്യത്തിലേക്ക് വരുമ്പോൾ കൃഷ്ണരാജ് 20-30 പെൺകുട്ടികൾ ഇതുപോലെ അവളുടെ നാട്ടിൽ നിന്നും പോയി എന്നാണ് അവൾ പറയുന്നത്. അവൾക്ക് കറക്റ്റ് കണക്ക് അറിയില്ല. ശ്രീ ആർ വി ബാബു, ഇന്ന് ഞങ്ങൾ കൃത്യമായൊരു വെളിപ്പെടുത്തൽ പുറത്തുവിടുന്നു. ശ്രീകാന്ത് അവിടെയുണ്ട്. അവിടെ നിന്ന് ശ്രീകാന്ത് സമാഹരിച്ച ഒരു സുപ്രധാന വാർത്ത, അതായത് ഈ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമിച്ചതാര്, ടിക്കറ്റ് എടുത്തതാര്, ക്ഷണിച്ചതാര്, തിരികെ പോകണമെന്നാവശ്യപ്പെട്ടിട്ടും വിടാത്തതാര്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുത്തരം ആ പെൺകുട്ടികളിൽ ഒരാൾ വെളിപ്പെടുത്തുകയാണ്. അത് ഛത്തീസ്ഗഡിലെ മുഴുവൻ പേർക്കും അറിയാം. കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി മറ്റു മാധ്യമങ്ങളൊന്നും അത് പറയില്ല എന്നുറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ അത് കൃത്യമായി പുറത്തുവിടുന്നു. എന്താണ് പ്രതികരണം? ഈ കേസിൽ ഇപ്പോൾ നിലവിൽ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേസായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് ഈ കന്യാസികൾക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ളത് അതിനകത്തുള്ള അതിന്റെ കേസിന്റെ ഗ്രാവിറ്റി വളരെ വലുതായതുകൊണ്ടാണ്. ഛത്തീസ്ഗഡിൽ കുറെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ചില സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ ഇതുപോലെ കുട്ടികളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവുക. അതിൽ ക്രൈസ്തവ സഭ പലപ്പോഴും പ്രതിയായിട്ടുണ്ട്. ക്രൈസ്തവ സഭയുടെ പാതിരിമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു യൂഷ്വൽ പ്രാക്ടീസാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹൈന്ദവ സംഘടനകളും സർക്കാരും ഒക്കെ വളരെ വലിയ തോതിൽ ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ കേരളത്തിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഛത്തീസ്ഗഡിൽ നടക്കുന്ന സംഭവങ്ങളെ വിലയിരുത്തുകയും ഇപ്പൊ അങ്ങോട്ട് ശരിയാക്കി തരാം എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങേയറ്റം ഭോഷ്കാണ്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം ഛത്തീസ്ഗഡിൽ ഇതിന്റെ പേരിൽ വിക്ടിമായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവിടെ നിന്ന് ചൈൽഡ് ലേബർ, കുട്ടികളെ കടത്തിക്കൊണ്ടുപോവുക, കുട്ടിക്കടത്ത് നടത്തുക, പെൺകുട്ടികളെ ജോലിക്ക് എന്ന് പറഞ്ഞ് കടത്തിക്കൊണ്ടുപോവുക, അങ്ങനെ കടത്തിക്കൊണ്ടുപോയിട്ട് അവരെ വേശ്യാവൃത്തിക്ക് ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കേസുകൾ ഛത്തീസ്ഗഡിലുണ്ട്. അപ്പൊ ഛത്തീസ്ഗഡിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ സർക്കാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികളോടെ എടുക്കുമ്പോൾ ഇവിടെ ഈ തികച്ചും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി രാഷ്ട്രീയപരമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ട് ക്രൈസ്തവ സഭയോടൊപ്പം അണിചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ വലിയ തോതിൽ പരസ്പര വിഭജനം ഉണ്ടാക്കാം, വർഗീയ വിഭജനം ഉണ്ടാക്കാം എന്നല്ലാതെ ഈ കേസിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാതെയാണ് പലരും ബഹളം വയ്ക്കുന്നത്. ശരി, ശ്രീ ആർ വി ബാബു, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇടതു നിരീക്ഷകൻ റെജി ലൂക്കോസ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഞങ്ങളൊരു വാർത്ത പുറത്തുവിടുകയാണ്. അത് ഈ കേസിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലാണ്. അതായത് ക്ഷണിച്ചതാര്, ട്രെയിൻ ടിക്കറ്റ് എടുത്തതാര്, തിരിച്ചു പോകണമെന്നാവശ്യപ്പെട്ടിട്ടും ദല്ലാൽ അനുവദിക്കാത്തത് ഒക്കെ ആ പെൺകുട്ടി തുറന്നു പറയുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്ത, ഈ കുട്ടിയുടെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങളിൽ വന്നിരുന്നു. കുട്ടീനെ നിർബന്ധപൂർവ്വം കൊണ്ടുപോയതാണെന്നും കുട്ടിയുടെ അറിവോടെയല്ല കൊണ്ടുപോയതെന്നും, അതുകൊണ്ട് ഈ രീതിയിൽ ഈ കന്യാസ്ത്രീകൾ കുറ്റവാളികളാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടുള്ള വാർത്തകളോട് വന്നിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇവിടെ ഞാൻ വോട്ട് ചെയ്യുന്നത് കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരയാണ്. അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഡൽഹിയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, മനുഷ്യക്കടത്തോ കുട്ടികളുടെ സമ്മതമില്ലായ്മയോ അവർ കൊണ്ടുപോയിട്ടില്ല. ഇത് ഈ കേസ് നിലനിൽക്കുന്നതിൽ തെറ്റാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കും, കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും, ഛത്തീസ്ഗഡ് സർക്കാരിനോട് ആവശ്യപ്പെടും. ഛത്തീസ്ഗഡിലെ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടി അനൂപ് ആന്റണി എന്ന് പറയുന്ന അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങോട്ട് അയക്കുന്നു എന്ന് പറഞ്ഞു. ഇദ്ദേഹം അവിടെ എത്തി, അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്യുന്ന വിഷ്വൽസ് എല്ലാം പുറത്തു വന്നു. ഇന്നലെ രണ്ടാം വട്ടം ജാമ്യം നിഷേധിക്കുന്നതിന് മുമ്പ് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, അദ്ദേഹം അവിടെ പോയി സിസ്റ്റേഴ്സിനെ കാണുകയും ചെയ്തു ജയിലിൽ. അദ്ദേഹം പറഞ്ഞു, പ്രോസിക്യൂഷൻ എതിർക്കത്തില്ല, ഒരു കാരണവശാലും സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ അവർക്ക് ജാമ്യം നിഷേധിക്കുന്ന നിലപാടെടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ ശക്തമായ നിലപാടെടുത്ത് അവർക്ക് ജാമ്യം നിഷേധിച്ചു. കേസ് NIA കോടതിയിലേക്ക് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ആൻസാമിക്ക് ലഭിച്ച അതേ വിധി തന്നെയാണ് ഒരു പരിധിവരെ സിസ്റ്റേഴ്സിന് ലഭിക്കാൻ പോകുന്നത്. ആ അവസ്ഥയായിരിക്കും ഒന്നും പകരം ഇന്ത്യയിലെ മതേതരവാദികളായ മനുഷ്യർ മുഴുവൻ ഭയക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ബജരംഗ് ദളിന്റെ പ്രവർത്തകര്, തീവ്ര ഹിന്ദുത്വവാദികളായ ബജരംഗ് ദളിന്റെ പ്രവർത്തകര് പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ആ പെൺകുട്ടികളെ മർദ്ദിക്കുകയും കന്യാസ്ത്രീകളുടെ മുഖത്ത് നോക്കി നിങ്ങൾ വിദേശത്ത് വന്ന് ഇവിടെ നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ ഭക്ഷണവും വെള്ളവും എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ രാജ്യത്ത് ദ്രോഹിക്കുന്നു എന്ന് വിദേശികളായി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിച്ച് ഈ ഒരു കുട്ടീനെ ഭീഷണിപ്പെടുത്തി ഈ രീതിയിലുള്ള പ്രസ്താവനകൾ പുറത്തുവിടുകയും, രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് ഈ 3 കുട്ടികളുടെയും മാതാപിതാക്കളുടെ സമ്മതപത്രവും അവർക്ക് പ്രായപൂർത്തിയായെന്നും ഞങ്ങളുടെ സമ്മതത്തോടുകൂടി ഞങ്ങളുടെ മാതാപിതാക്കളുടെ അനുമതിയോടുകൂടി
ഞങ്ങൾ പോകുന്നതാണെന്ന് 2 കുട്ടികൾ അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളോട് ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് പറഞ്ഞത് നിങ്ങൾ തമസ്കരിക്കുക. ഇവിടെ വിഷയം അതല്ല. ഇവിടെ ഈ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ സമൂഹം വിദേശികളാണോ? 2000 വർഷമായിട്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഈ അല്ല രാജ്യത്തെ ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ അതല്ലല്ലോ വിഷയം. അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു പെൺകുട്ടി പറയുന്നത് എന്താണ്? ടിക്കറ്റ് എടുത്തത് സംഘത്തിൽ കൂടുതൽ പേരുണ്ട്, ക്ഷണിച്ചത് എന്തിന്? ഇതൊക്കെ കൃത്യമായി പറയുന്നുണ്ടല്ലോ. എനിക്ക് വീട്ടിലേക്ക് തിരികെ പോകണം എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് കൊണ്ടുപോകുന്നു എന്നൊരു ചോദ്യമല്ലേ? ഈ പെൺകുട്ടിയുടെ മൊഴി വിശ്വസിച്ചല്ലേ മതിയാകൂ? അല്ല, അതിനുള്ള മറുപടിയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. കാരണം ഒരു സംഘം വന്നിട്ട് ഈ രീതിയിൽ പറയണം എന്ന് പറഞ്ഞിട്ട് 8 മണിക്കൂർ മാധ്യമപ്രവർത്തകരെ പോലെ അകത്ത് കയറ്റാതെ കണ്ട്, 8 മണിക്കൂർ കോടതിയിൽ കയറ്റാതെ കണ്ട്, അവരെ തടഞ്ഞു നിർത്തി ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ബൈറ്റ് അടിപ്പിച്ചതിൽ എന്താണ് അത്ഭുതമുള്ളത്? തന്നെ വേണ്ടി ഈ കുട്ടികളുടെ സമൂഹത്തോടുകൂടിയാണെന്നും 3 പേര് 3 റൂട്ടിലാണ് അവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ സിസ്റ്റേഴ്സ് അങ്ങോട്ട് പോയിട്ടില്ല. ഈ കന്യാസ്ത്രീകളെ സംബന്ധിച്ചോളം ആ മാതാപിതാക്കളുടെ സമ്മതപത്രത്തോടുകൂടി സമൂഹത്തിൽ ഏറ്റവും ദുർഘടമായ പാതറ്റിക് സിറ്റുവേഷൻ ജീവിക്കുന്ന ആ സമൂഹത്തിലേക്ക് മനുഷ്യരെ കൈപിടിച്ചുയർത്തി അവർക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ പെൺകുട്ടി പറഞ്ഞ ഈ രീതിയിലുള്ളൊരു വാദഗതിയെ മാത്രം ഇപ്പോൾ RV ബാബുചേട്ടൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹം എന്താ പറഞ്ഞത്? ഛത്തീസ്ഗഡിൽ വേശ്യാവൃത്തിക്കെതിരെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. നിങ്ങൾ ഈ കന്യാസ്ത്രീകൾ ഈ കുട്ടികളെ വേശ്യാവൃത്തി കൊണ്ടുവന്നൊക്കെയാണോ ജനൻ TV പോലുള്ള ചാനൽ മതേതരത്തിൽ വിശ്വസിക്കുകയും എല്ലാവരും പരസ്പരം ചെയ്യുന്ന കേരളം പോലൊരു സംസാരത്തോട് അല്ല, ഒരു സെക്കൻഡ് റെജി ലൂക്കോസ്, ഒരു സെക്കൻഡ്. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നറിയണമല്ലോ. ശ്രീ RV ബാബു മറുപടി. ഞാൻ ഈ കേസിൽ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ഞാൻ കോട്ട് ചെയ്യുകയാണ്. ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമല്ല, റെജി ലൂക്കോസ് ഇമോറൽ ട്രാഫിക്കിംഗ് ഛത്തീസ്ഗഡ് കേസ് നൺ കേസ് എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയാൽ മതി ഗൂഗിളിൽ. അപ്പോ മനസ്സിലാവും. എനിക്കറിയില്ല, ഇതുവരെ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ടായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇന്ത്യൻ എക്സ്പ്രസ് തുടർച്ചയായിട്ട് 3 ദിവസമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇമ്മോറൽ ട്രാഫിക്കിങ്ങിന്റെ കേസ് കൂടി ഇതിനകത്ത് വകുപ്പ് കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെന്ന്. അത് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്, വ്യക്തമാക്കേണ്ടതാണ് മറ്റു ഭാഗത്തു നിന്ന്. പക്ഷെ ഇന്ത്യൻ എക്സ്പ്രസ് തുടർച്ചയായിട്ട് അത് ചെയ്യുന്നു. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ അത് കാണും. ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്തയാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ ന്യൂസ് 18ന്റെ ഡിസ്കഷന് പോണേക്ക് മുമ്പ് വീണ്ടും ചെക്ക് ചെയ്തു. അപ്പോഴും ഈ ഇമ്മോറൽ ട്രാഫിക്കിന്റെ വകുപ്പുകൾ ഒരു പത്രത്തിലല്ല, വയറ് പോലുള്ള ആന്റി ഹിന്ദു പത്രങ്ങളിലടക്കം ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കേസുകൾ വ്യാപകമായിട്ട് ഛത്തീസ്ഗഡിലുണ്ട്. ഇപ്പൊ തന്നെ റെജി ലൂക്കോസിന്റെ ഗവൺമെന്റ് അല്ലേ, റെജി ലൂക്കോസ് പിന്തുണയ്ക്കുന്ന സർക്കാരല്ലേ 2021 കുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നുള്ള പേരിൽ 2 കന്യാസ്ത്രീകൾക്ക് വരെ കേസെടുത്തത്? ഹ്യൂമൻ ട്രാഫിക്കിന്റെ പേരിലല്ലേ കേസെടുത്തത്? എന്തായിരുന്നു അന്ന് കേസെടുക്കാൻ കാരണം? അപ്പോ ആ കേസല്ലേ ഇപ്പോ ഛത്തീസ്ഗഡിൽ സംഭവിച്ചിട്ടുള്ളത്? അന്ന് കേരളത്തിലെടുത്ത കേസ് ശരിയും ഛത്തീസ്ഗഡിലെടുത്ത കേസ് തെറ്റുമാവുന്നത് എങ്ങനെയാ? ഇനി അത് മാത്രമല്ല, 2019 ഒറീസയിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും 11 പെൺകുട്ടികളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ. ക്രിസ്ത്യൻ മഠങ്ങളിൽ ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നു. അവരുടെ 18 വയസ്സ് തികയാത്ത പെൺകുട്ടികളുടെ ആധാറിൽ കൃത്രിമം നടത്തി കൊണ്ടുവന്നു എന്നാണ് കേസ്. മനോരമയടക്കം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരിക, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുക. ആഗ്രയിൽ നിന്നുമാണ് ഇവിടെ വന്നിരിക്കുന്നത് 3 പെൺകുട്ടികളെ എവിടേക്ക് കൊണ്ടുപോകാൻ? ജോലിക്ക്. ആഗ്രയിൽ നിന്നും കുട്ടികളില്ലേ UP-യിൽ? ഛത്തീസ്ഗഡിൽ നിന്ന് കൊണ്ടുപോവുക. ഈ കുട്ടികളുടെ കയ്യിൽ എന്തെങ്കിലും രേഖകൾ ഉണ്ടായിരുന്നോ? ഇപ്പൊ പറയുന്നത് രക്ഷകർത്താക്കളുടെ കൺസെന്റ് ഉണ്ടായിരുന്നു എന്നാണ്. രക്ഷകർത്താക്കളുടെ കൺസെന്റ് പോരാ സർ, രക്ഷകർത്താക്കളുടെ കൺസെന്റ് പോരാ. കാരണം ജോലിക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഛത്തീസ്ഗഡിൽ നിലനിൽക്കുന്നത്. അത് മാത്രമല്ലല്ലോ, ഈ രക്ഷകർത്താക്കളുടെ കൺസെന്റ് ആവശ്യം എന്താണ് ഇവിടെ? ഈ പെൺകുട്ടികൾ പ്രായപൂർത്തിയായവരാണ്, അവരാണ് ഈ പ്രതികരണം. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോകാമല്ലോ. തീർച്ചയായും പ്രായപൂർത്തിയായ കുട്ടികളാണെങ്കിൽ മറ്റൊന്നുണ്ടെന്ന് ഇവര് മനഃപൂർവ്വം മൂടി വെക്കുന്ന ഒരു കാര്യമുണ്ട്. റെജി ലൂക്കോസ് അറിയാഞ്ഞിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 2013 ഛത്തീസ്ഗഡ് പ്ലേസ്മെന്റ് ഏജൻസി ആക്ട് 2013 പറഞ്ഞൊരു നിയമമുണ്ട്. ഛത്തീസ്ഗഡ് പ്ലേസ്മെന്റ് ഏജൻസി ആക്ട് 2013. ആ നിയമം ഒന്നെടുത്ത് വായിക്കൂ റെജി ലൂക്കോസ്. ആ നിയമത്തിൽ കൃത്യമായിട്ട് ഛത്തീസ്ഗഡിൽ നിന്ന് ജോലിക്കോ മറ്റോ കാര്യങ്ങൾക്കോ വേണ്ടി കൊണ്ടുപോകുന്ന ആളുകളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. ഒരു വ്യക്തികളാണെങ്കിൽ പോലും കൺട്രോളിംഗ് അതോറിറ്റി അറിയിക്കണം. ദർ ഇസ് എ ലോ. ആ ലോ അനുസരിച്ചിട്ടാണ് ഇപ്പൊ കേസ് വന്നിരിക്കുന്നത്. അപ്പോ ഇവർക്കൊന്നും നിയമം ബാധകല്ല എന്നാണോ റെജി ലൂക്കോസ് പറയുന്നത്? ഞങ്ങൾ എന്തും ചെയ്യും, ഒരു മതത്തിന്റെ പരിവേഷം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം, എന്തും തോന്നിവാസത്തിനും കൂട്ടുനിൽക്കണം എന്നാണോ? എന്നിട്ടെടുത്താണ് നിങ്ങൾ കേരളത്തിൽ പിണറായി വിജയൻവർക്കെതിരെ കേസെടുത്തത്. അങ്ങനെയാണെങ്കിൽ അത് നമ്മളോട് പറയണ്ടേ? അപ്പൊ ഇത് ഏകപക്ഷീയമായിട്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു കേസിനെ ഇത്രയും കോംപ്ലിക്കേറ്റ് ആക്കി ഇപ്പൊ പറയുന്നത് എന്താ? ഇന്ന് ഞാൻ മാതൃഭൂമി വായിച്ചിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് സെഷൻസ് കോടതിയിൽ സർക്കാർ വക്കീൽ പറഞ്ഞിരിക്കുന്നത് ഇത്
ഈ കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതല്ല. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചിട്ട് ഈ NIA-യുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന NIA-യുടെ വകുപ്പിൽ വരുന്നതാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അതുകൊണ്ട് ഈ കോടതിക്ക് ഇത് കേൾക്കാൻ പാടില്ല എന്നുള്ള വാദമാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ജാമ്യം കൊടുക്കരുതെന്നൊന്നുമല്ല. കാരണം കോടതിയുടെ പരിഗണനയിൽ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ മാതൃഭൂമിയിൽ കണ്ട വാർത്തയാണ്. അപ്പോ NIA കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു. ഈ കേസിനെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആണ്. എന്തുകൊണ്ടാണ് റെജി ലൂക്കോസ് അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളൊന്നും മിണ്ടാത്തത്? ഭൂപേഷ് ബാഗേലിന്റെ വീടിന്റെ മുമ്പിൽ 2 മണിക്കൂർ ക്യൂ നിന്നു പത്രക്കാര്. അത് മാത്രമല്ലല്ലോ, ഇവിടുന്ന് UDF സംഘം അവിടേക്ക് പോയപ്പോൾ ആ UDF സംഘത്തെ അകത്ത് കയറ്റി വിടാതെ വന്നപ്പോൾ മാത്രം അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ വന്ന് ഭൂപേഷ് ബാഗേൽ ഇടപെടുന്നു, തിരിച്ചതേ വാഹനത്തിൽ പോകുന്നു. മിണ്ടുന്നില്ല വേറൊന്നും. 2 മണിക്കൂർ സമയം ക്യൂ നിന്നു ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞത് ഇവിടുത്തെ കേരളത്തിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകരാണ്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ പറയുന്നത് റെജി ലൂക്കോസ്, താങ്കൾ ഒരു പത്രപ്രവർത്തകനാണ്, പഴയ പത്രപ്രവർത്തകനാണ്, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് ഈ വസ്തുതകളായിട്ട് കാണാതെ വെറും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറയാം. രാജീവ് ചന്ദ്രശേഖർ അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് ഇതെല്ലാം ജമ്പിങ് ടു ദ കൺക്ലൂഷനാണ്. ജമ്പിങ് ടു ദ കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ്. ഞാൻ ചോദിക്കുന്നത്, അവിടെ ആ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണ്ടേ? 3 പെൺകുട്ടികളുണ്ട്. അവർ ഈ പറയുന്നത് ശരിയാണെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് പറയിപ്പിച്ച് അത് തിരിച്ചും പറഞ്ഞൂടെ? സ്വാധീനിച്ചു, ക്രൈസ്തവ സഭകൾ സ്വാധീനിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുന്നതാണെന്ന് തിരിച്ചും പറഞ്ഞൂടെ? കേസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് സത്യം പുറത്തു വരട്ടെ. എന്തിനാണ് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, കേസ് അന്വേഷണം തുടരട്ടെ. എന്തിനാണ് വെറുതെ ഇല്ലാത്തത് വിളിച്ചു പറയുന്നത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി? അത് കേരളത്തിലെ കോൺഗ്രസിനോട്, CPM-നോട്, ഇടതു വലത് മുന്നണികളോടാണ്. അവിടെ ഛത്തീസ്ഗഡിൽ ഒരു പ്രശ്നവുമില്ല. അവർ എല്ലാം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. ആ ഛത്തീസ്ഗഡിലെ വിവാദം ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നില്ല, ദുരുപയോഗപ്പെടുത്തി രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഈ മണിക്കൂറിൽ, വരും മണിക്കൂറുകളിൽ പ്രസക്തമാണ്. ഏറെ നിർണായകമായൊരു വാർത്ത പെൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞു വെച്ചത് ശ്രീകാന്തിലൂടെ കേരളം അറിയുന്നു.